ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ എന്ന് പറയുന്നത് രാക്ഷസിന് ശേഷം ചറപറാന്ന് സംഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. തമിഴിൽ മാത്രമല്ല തെലുങ്കിലും വരാറുണ്ട്. പക്ഷേ തമിഴിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൻ്റെ കണക്കെടുത്താൽ തന്നെ തീരില്ല. രാക്ഷസിന് ശേഷം കുറച്ചൊക്കെ സിനിമകൾ അത്യാവശ്യം ഔട്ട്പുട്ട് നൽകാൻ സാധിച്ചു. രാക്ഷസൻ്റെ അത്രയും ഔട്ട്പുട്ട് നൽകിയില്ല എങ്കിൽ പോലും ഡിസപ്പോയിൻ്റ് ചെയ്യാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ത്രില്ലേഴ്സ് ചിലതൊക്കെ വന്നിട്ടുണ്ട്. സോ വെറൈറ്റി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തമിഴ് ഇൻഡസ്ട്രി അപ്പം തൊട്ട് തന്നെ കൂടുതലായിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കമലഹാസൻ്റെ ടൈമിൽ നിന്നും തൊട്ട് തന്നെ പണ്ട് തൊട്ട് വെറൈറ്റി സിനിമകളുണ്ട് എങ്കിൽ പോലും രാക്ഷസിന് ശേഷം ഇതുപോലെ വെറൈറ്റി ത്രില്ലേഴ്സും അതുപോലെ തന്നെ അങ്ങനെ വെറൈറ്റി സ്ക്രിപ്റ്റ്സൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ. സോ ഇപ്പോൾ പറയാൻ പോകുന്നത് വെറൈറ്റി സിനിമ, ഒരു വെറൈറ്റി സ്ക്രിപ്റ്റ് ഉണ്ടായിട്ട് പോലും നല്ലൊരു ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട് പോലും ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോയ ഒരു മൂവിയാണ് അതേഴ്സ് എന്ന് പറയുന്ന റീസെൻ്റായിട്ട് ആമസോൺ പ്രൈം വീഡിയോ റിലീസായ ഈ ഒരു മൂവി. സിനിമയുടെ പ്രധാന പ്രശ്നം സിനിമയുടെ ആ ഒരു നറേഷൻ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റാണ്, കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. തമിഴ് സിനിമയിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നു, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. സോ ഒരു സോങ് ഉണ്ട്, അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ അങ്ങോട്ട് ആ ഒരു സിനിമയുടെ സംഭവങ്ങളൊക്കെ കൂടുതലും റിവീൽ ആവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സോ ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ പോകുന്നൊരു മൂവിയാണ് അതേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് വർക്കൗട്ട് ആവാത്തത് ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം വർക്കൗട്ട് ആവാത്ത പോലെയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ആവുന്നത്. ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു സിനിമയിലെ നായകൻ്റെ അഭിനയമാണെങ്കിലും വില്ലൻ്റെ അഭിനയമാണെങ്കിലും എവിടെയും തന്നെ വർക്കൗട്ട് ആവാത്ത കുറച്ച് ഓവർ ആയി പോയി എന്നല്ലാണ് വില്ലൻ്റെ അഭിനയം കാണുമ്പോൾ തോന്നുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. കാരണം ഒരു വെറൈറ്റി സംഭവം മേക്കിംഗ് വഴി എൻഗേജിങ് ആക്കാം, ഗ്രിപ്പിംഗ് ആക്കി പറഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ട ഇമോഷണൽ കണക്ഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് വിജയിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കാതെ പോകുന്നതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം. ഗ്രിപ്പിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നെഗറ്റീവും അതുപോലെ തന്നെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും വർക്കൗട്ട് ആവാതെ പോയതാണ് അതേഴ്സ് എന്ന് പറയുന്ന മൂവി വർക്കൗട്ട് ആവാതെ പോകാൻ കാരണം. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്.